അപ്പോൾ ഈ ഒരു സബ് വൂഫർ എന്ന് പറയുമ്പോൾ അറിയില്ല ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ജെ ബി എല്ലിൻ്റെ അത്രയും ക്വാളിറ്റിയുള്ള ഒരു സബ് വൂഫർ എന്തായാലും ഈ പേപ്പറിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ. ആ ഒരു ക്വാളിറ്റി വെച്ച് നോക്കണമെങ്കിൽ കട്ടിയുള്ള സൈഡ് എഡ്ജൊക്കെ ഈ ഒരു ഭാഗം നല്ല അത്യാവശ്യം കട്ടിയുള്ളതാണ്. കാര്യം ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കുക, പൊളിച്ചു നോക്കുക. ബ്ലൈഡിട്ട് കീറുമ്പോൾ പെട്ടെന്ന് കീറിയെടുക്കാൻ പറ്റും. കാര്യം ഈ ഒരു പേപ്പറിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കീറിയെടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, പിന്നെ ഈ കാണുന്ന അതാണ് നമ്മുടെ സ്പൈഡർ. ഇവിടെയാണ് വരുന്നത്. നല്ല സ്പൈഡറാണ്, കട്ടിയുള്ള സ്പൈഡറിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്കറിയണം. അപ്പോൾ അതും കൂടെ കൊണ്ടാണ് നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ കണക്റ്റിംഗ് വയർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡസ്റ്റ് ടേപ്പ് കയറി നോക്കാം. പോളിപ്രൊപ്പലൈൻ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് തന്നെയാണത്, പ്ലാസ്റ്റിക് പോലത്തെ എന്തോ ഒരു വസ്തു. എന്തായാലും പോളിപ്രൊപ്പലൈൻ ഒന്നും അല്ല. ഡസ്റ്റ് ടേപ്പ് സാധാരണ ഒരു ക്യാപ്പ് വെച്ച് അടച്ചിരിക്കുകയാണ്, പ്ലാസ്റ്റിക് ക്യാപ്പാണത്. കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ കോയിൽ വരുന്ന ഇതാണ്. അപ്പോൾ സ്പൈഡർ അത്യാവശ്യം കട്ടിയുള്ള സ്പൈഡറാണ്, അതും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് സ്പൈഡർ കട്ട് ചെയ്തിട്ട് ആ സ്പൈഡർ കൂടെ കട്ട് ചെയ്താലേ നമുക്ക് ആ കോയിൽ ഉൾപ്പെടെ പുറത്തോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഈ സ്പൈഡർ എനിക്കൊരു തുണിയാണ് കേട്ടോ. ഈ തുണിയിൽ എന്തോ ഐറ്റംസൊക്കെ ചേർത്തിട്ടാണ് സ്പൈഡർ ചെയ്യുന്നത്. അത് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഈ സ്പൈഡർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, സ്പൈഡർ അതിൻ്റെ ഉപയോഗം എന്താണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ആ സ്പൈഡറിൻ്റെ അത്രയും സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് പൊക്കിയെടുക്കാം. ഓക്കെ, നമ്മളത് മുകളിലോട്ട് പൊക്കിയെടുക്കുകയാണ്. സോറി ഗൈസ്, ഇത് 2 ലെയർ ഉണ്ട് കേട്ടോ. ഞാനത് ഇപ്പോൾ ഇളക്കിയപ്പോഴാണ് കാണുന്നത്. 2 ലെയർ സ്പൈഡറാണ് വെച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളെ കാണിക്കാം അത്. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന സബ് വൂഫറിൻ്റെ ഉള്ളിലെ അവസ്ഥ. അപ്പോൾ നമുക്കിത് നോക്കുന്ന സമയത്ത് 2 സ്പൈഡർ കാണും. ഞാൻ നേരത്തെ 1 എന്നാണ് പറഞ്ഞത്, അതെനിക്ക് മാറിപ്പോയി, സോറി. ഞാൻ ആദ്യം 1 കണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 2 സ്പൈഡർ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല എക്സ്കർഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല വാട്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന സബ് വൂഫറുകൾക്ക് സാധാരണ 2 സ്പൈഡർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനും അതിനകത്ത് 2 സ്പൈഡർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കടുത്ത് ഇതിൻ്റെ ഒരു കോയിൽ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ല വയറാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയുള്ള വയർ യൂസ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഇനി അടുത്ത് കോയിൽ നോക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ കോയിൽ. കണ്ടില്ലേ? ഇത് ഒറിജിനലാണോ, ഈ ഒരു കോയിൽ കോപ്പർ നല്ലതാണോ നമുക്ക് നോക്കണം. പക്ഷേ ഇതിനൊരു പ്രശ്നം കണ്ടില്ലേ? ഇതിനൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതാ ഇവിടെ കണ്ടോ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അതായത് കോയിൽ ഷോർട്ട് ആയി മീൻസ് ഇവിടെ, അതായത് നമ്മളിപ്പോൾ ഒരു സബ് വൂഫർ ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ അലൈൻമെൻ്റ് ഉണ്ട്. ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഏത് സബ് വൂഫർ, ഇപ്പോൾ JBL ആയാലോ ഏതായാലും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ലീഡ് ചെയ്തിരിക്കുന്ന കമ്പനിയാണല്ലോ JBL, ഇൻഫിനിറ്റി, പ്രൈമസ്, ഇങ്ങനെയുള്ള കമ്പനികൾ. അതേപോലെ അവർ വയ്ക്കുന്നത് ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല. ഇതിപ്പോൾ ലോക്കലി ചെയ്യുന്ന സബ് വൂഫർ ആണെങ്കിലും അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ
ഈ ഒരു പ്രശ്നം. കോയിൽ ഇതിനകത്ത്, അതായത് നമ്മുടെ കോയിൽ മാഗ്നറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഈ കാണുന്ന ഭാഗത്ത് സൈഡിൽ ഏതെങ്കിലും സൈഡിൽ ഒരയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഹൈ എക്സ്കർഷൻ അല്ലെങ്കിൽ ബേസ് നല്ല രീതിയിൽ എടുക്കുന്ന സമയത്തൊക്കെ അറിയാമല്ലോ, മൂവ്മെൻറ്റ് വരും, മെക്കാനിക്കൽ മൂവ്മെൻറ്റുകളൊക്കെ ഇതിനകത്ത് വരും. ആ സമയത്ത് കോയിൽ ഇവിടെ പിടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പിടിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് ഈ ഒരു സബ്വൂഫറിൻ്റെ കോയിൽ പ്രശ്നം പറ്റി കാണാം. അങ്ങനെ ആണ് നിലയിൽ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിന് മുമ്പ് ഞാനൊരു സബ്വൂഫർ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റൊരു അവാർഡല്ല, മറ്റൊരു ക്യാപിറ്റലിൻ്റെ സബ്വൂഫറാണ്. അപ്പോൾ ഇത് വേറെയാണ്, ഇത് വർക്കിംഗ് ആയിട്ടുള്ളൊരു സബ്വൂഫറാണ്. അപ്പോൾ ഈ ഒരു സബ്വൂഫറിന് ഇവിടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ പിന്നീട് ഒരു അവസരത്തിൽ ഇത് എപ്പോഴെങ്കിലും ഈ ഒരു സബ്വൂഫറിൻ്റെ കോയിൽ കത്തിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇത് കോപ്പറാണോ, ഒറിജിനൽ കോപ്പറാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് മാഗ്നറ്റ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഇത് നമ്മുടെ കോയിലാണ്. ഇപ്പോൾ ഈ കോയിൽ നല്ല കോയിലാണോ അല്ല എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ നോക്കുന്നത്. അത് നല്ല കോപ്പറാണോ ഇല്ലെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാഗ്നറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ മാഗ്നറ്റ് പിടിക്കുന്നുണ്ട്. അതായത് പ്യുവറായിട്ടുള്ള കോപ്പറൊന്നും അല്ല അതിനകത്ത് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, ചെറിയൊരു പിടുത്തം. അത് ഫുള്ളായിട്ട് അങ്ങ് ഇപ്പോൾ സാധാരണ മാഗ്നറ്റ് നമ്മളൊരു മെറ്റൽ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ചെറിയൊരു രീതിയിലാണ്. അപ്പോൾ ചെറിയൊരു രീതിയിൽ പിടുത്തം വരുന്നുണ്ട്. അത് ഒരു പക്ഷേ നല്ല, അത് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാര്യം ഇത്രയും ദിവസം ആ ഒരു മെറ്റൽ പാർട്ടിൻ്റെ ഇടയിൽ ഇത് സ്ക്രാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ഒരച്ചിൽ വരുന്ന ഫീൽ നമുക്ക് ആ ഒരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്. അലൈൻമെൻറ്റ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല ഇതിനകത്ത് ചെയ്യുന്നത്. ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു കോയിലിൻ്റെ ഒരു ഭാഗം അങ്ങനെ ഒരു പിടുത്തം വരികയോ ഒരു പ്രശ്നം വരികയൊന്നും ചെയ്യത്തില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കണ്ടില്ല. ഈ ഒരു പിടുത്തം, ഈ ഒരു പ്രശ്നം വരത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അത് അവരുടെ നിർമ്മാണ രീതിയൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല. ബാക്കി ക്വാളിറ്റിയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ഇതല്ലേ മെയിൻ കേസ്. പിന്നെ പേപ്പറിൻ്റെ ക്വാളിറ്റിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പേപ്പറൊക്കെയാണ്. രണ്ട് സ്പൈഡറൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പിന്നെ ഒരു ബ്ലൈഡ് ജസ്റ്റ് വെച്ച് നോക്കി, അത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഈ ഒരു മാഗ്നറ്റ് ഇതിനകത്ത് പിടിക്കുമ്പോൾ ചെറിയ രീതിയിൽ അവിടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ഇത് പ്യുവർ കോപ്പർ ആവാൻ ചാൻസ് കുറവാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഉള്ളിൽ ഇറങ്ങി നിന്നാണ്. അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും ഒരു ഇത് കൊണ്ട് അങ്ങനെ വന്നതാണോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും മാഗ്നറ്റ് ബ്ലൈഡിലൊന്നും പിടിക്കുന്നില്ല. ഇത് പിന്നെ അതിൻ്റെ അടിയിൽ തൊട്ടടിയിലൂടെ മാഗ്നറ്റ് ഉള്ളതുകൊണ്ടാണ് ബ്ലൈഡ് ഇങ്ങനെ ആവുന്നത്. ആ ഫീൽഡ് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മാറ്റി വെച്ചോളാം. ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ജസ്റ്റ് മാറ്റി വെച്ചിട്ട് ഒന്ന് കൊടുത്തു വയ്ക്കാൻ ചെറിയ രീതിയിൽ കണ്ടില്ലേ, ചെറിയൊരു, അതായത് നമ്മൾ ഒരു കുഞ്ഞ് മാഗ്നറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒട്ടി നിൽക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ കുഞ്ഞ് മാഗ്നറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് നോക്കിയത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ചെറിയ രീതിയിൽ മാഗ്നറ്റ് അതിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്യുവറായിട്ടുള്ളൊരു കോപ്പറായിട്ടുള്ള മിശ്രിതം, അല്ലെങ്കിൽ പ്യുവർ കോപ്പർ കോയിൽ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കോയിലല്ല എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും ദിവസം ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് കിടന്നതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് എഫക്റ്റ് ഇതിനകത്ത് നിൽക്കുന്നുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ബ്ലൈഡ് കൊടുത്തു നോക്കി. അപ്പോൾ അത് അവിടെ നിൽക്കുന്നില്ല, ഒട്ടി നിൽക്കുന്നില്ല. ഓക്കെ, കണ്ടില്ലേ, അത് ഒട്ടി നിൽക്കുന്നില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ കുരുങ്ങിയുന്നതാണ്, കണ്ടില്ല. അപ്പോൾ എന്തായാലും ഇത് ചെറിയൊരു പിടുത്തം പറഞ്ഞപ്പോൾ ഒറിജിനൽ കോയിലെല്ലാം നോക്കാം. നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ഇത് സാൻഡ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. സാൻഡ് പേപ്പർ എടുത്തു, ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് വന്ന് കിടക്കണം, അവിടെ തന്നെ നമുക്കൊന്ന് സ്ക്രാച്ച് ചെയ്യാം. സ്ക്രാച്ച് ചെയ്തപ്പോൾ ഇതിനൊരു, നമ്മൾ സാധാരണ കോപ്പറിൽ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് കോപ്പറിൻ്റെ ഒരു കളറുണ്ടല്ലോ, ഇത് അങ്ങനെ ഒരു കോപ്പറിൻ്റെ റിയൽ കോപ്പറിൻ്റെ കളർ പോലെ അല്ല തോന്നിയിട്ടുള്ള. നിലവിൽ എന്തൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. മാഗ്നറ്റായിട്ട് ചെറിയ പിടുത്തമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം,
ക്യാപിറ്റൽ ഓക്കെയാണ്, പക്ഷേ അതിൻ്റെ കോയിൽ നല്ല കോയിലൊന്നുമല്ല, നല്ല കോപ്പർ വെച്ച് ചുറ്റിയിട്ടുള്ള കോയിലൊന്നുമല്ല. അപ്പോൾ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ അന്ന് മെനിങ്ങാന്ന് 4 ചെയ്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, അന്നൊരു ക്യാപിറ്റലിൻ്റെ കോയിൽ പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് കുമാറിൻ്റെ ബോർഡോ അല്ലെങ്കിൽ അതുപോലെ ഒരു 300, 350, 400 വാട്ട്സൊക്കെ ഉള്ള കോയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ക്യാപിറ്റൽ പോലെയുള്ള സബ്വൂഫറുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോയിൽ പെട്ടെന്നായിട്ട് പോകുന്ന പ്രശ്നം വരുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. കോയിൽ നല്ലതല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ പറ്റുന്നത്. കാര്യം നമുക്ക് അറിയാം ക്യാപിറ്റലിൻ്റെ പ്രൈസ് JBLനെ കാട്ടി എത്രയോ കുറവാണ്. അപ്പോൾ അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറവാണ്. കോയിലിൻ്റെ ക്വാളിറ്റി. അപ്പോൾ കോയിലിന് ക്വാളിറ്റി കുറവ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള മെറ്റീരിയലിനും ക്വാളിറ്റി കുറവായി ആവേണ്ടതാണ്. അപ്പോൾ കാഴ്ചയിൽ അങ്ങനെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു പ്രോഡക്റ്റോ ഒരു കമ്പനിയോ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വില കുറച്ച് തരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ക്വാളിറ്റിയിൽ ഇഷ്യൂ കാണാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരിക്കലും മറ്റൊരു ബ്രാൻഡ് പോലെ പകരം വയ്ക്കാനും ആവത്തില്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാനായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഈ ഫ്രെയിം നല്ലതാണ്. ഫ്രെയിം അത്യാവശ്യം നല്ല പൗഡർ കോട്ടിങ്, പെയിൻറ്റിങ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ലത് വരുന്നുണ്ട്. പിന്നെ പേപ്പറിൻ്റെ കേസ് നോക്കിയപ്പോഴും ക്വാളിറ്റി കാണുന്നുണ്ട്. പക്ഷേ കോയിൽ കണ്ടപ്പോഴാണ് എനിക്കൊരു വിഷമമായത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ള കോയിലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ക്വാളിറ്റിക്ക് കുറവ് കൊണ്ട് തന്നെയാണ് കോയിലുകൾ പ്രശ്നം പറ്റുന്നത്. മറ്റൊരു ക്യാപിറ്റലിൻ്റെ കോയിൽ ഇതേ പ്രശ്നം പറ്റി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്യാപിറ്റലാണ്. അപ്പോൾ ആ ഒരു ക്യാപിറ്റലിന് എന്തായാലും തുറക്കാം എന്ന് വിചാരിച്ചു. ഇതിനു മുമ്പേ നമ്മൾ സ്പീക്കേഴ്സ് ഇതുപോലെ തുറന്നു നോക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് JBL ഇൻഫിനി പ്രൈമസ് ഇങ്ങനെയുള്ള സ്പീക്കേഴ്സൊക്കെ നമുക്കൊന്ന് ഇതുപോലെ തുറന്നൊക്കെ നോക്കാം. അതിനകത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്നത്, എൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനിയും നോക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളടുത്ത് വരുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.